എല്ലാ കുഞ്ഞുങ്ങൾക്കും വീണ്ടും മന്ന എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലേക്ക് നമുക്ക് പോകാം. ഇംഗ്ലീഷിലെ നമ്മൾ ഒരു സപ്ലിമെൻ്ററിയിലെ ചാപ്റ്ററും പ്രോസിൻ്റെയൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പോയട്രിയിലേക്ക് പോവുകയാണ്. നമ്മൾ പോയട്രിയിലേക്ക് പോകുന്നതിന് മുമ്പേ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലേക്കും കൂട്ടുകാരിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കണം, അറിയാവുന്നവരിലേക്ക് എത്തിക്കണം. ഈ ചാനൽ വിജയമാക്കി തരണം. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ, 10ാം ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ കൂടാതെ തന്നെ മന്നായുടെ മന്ന കഫേ എന്ന ചാനലും സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലായിട്ട് കൂട്ടത്തിൽ അതും കൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഉടനെ അതും ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ. ഇപ്പം നമുക്ക് എല്ലാവരും സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പോയം സെക്ഷനിലേക്കാണ് പോകുന്നത്. പോയട്രി ചാപ്റ്റർ 1 ആദ്യത്തെ ചാപ്റ്ററായ ഡസ്റ്റ് ഓഫ് സ്നോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡസ്റ്റ് ഓഫ് സ്നോ റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പം റോബർട്ട് ഫ്രോസ്റ്റ് വലിയൊരു എഴുത്തുകാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 10th തൊട്ട് ഇനി ഡിഗ്രി വരെയുള്ള BA ക്ലാസ് വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്തും റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയട്രികൾ നിങ്ങൾക്ക് പഠിക്കാൻ കാണും. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കവിത ഓൺലി 4 ലൈൻസ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഞാനിത് ആദ്യമേ ഒന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ സെൻട്രൽ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദ വേ എ ക്രോ ഷൂക്ക് ഡൗൺ ഓൺ മീ the dust of snow from a hemlock tree has given my heart a change of mood and saved some part of a day I had rued. നമ്മൾ ആകെ 8 ലൈൻസ് വളരെ സിമ്പിളായിട്ട് ഏത് കുഞ്ഞു കുട്ടികൾക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലാണിത് വായിച്ച് തീർന്നതെങ്കിലും പെട്ടെന്നൊന്നും നിങ്ങൾക്കിതിൻ്റെ മീനിങ് മനസ്സിലാകില്ല. നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നോർമൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ തിങ്കിങ്ങിൽ വരുന്ന ഇമാജിനേഷൻ അല്ല റോബർട്ട് ഫ്രോസ്റ്റിനുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ്ലി ഐ ഇൻട്രൊഡ്യൂസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം. ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ദിസ് പോയം എക്സ്പ്രസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്മോൾ തിങ്സ് ഇൻ ചേഞ്ചിങ് വൺസ് മൂഡ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യമേ പറയാവുന്ന ഒരു ചെറിയ കാര്യം നമ്മളുടെ മൂഡിനെ പെട്ടെന്ന് ചേഞ്ച് ആക്കും. വളരെ വിഷമത്തിലിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹാപ്പിനെസ്, അല്ലെങ്കിൽ സഡൻലി സാഡ്നെസ്സിലേക്ക് പോകാൻ നമുക്കൊരു ചെറിയ കാര്യം മതി എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് നമ്മളോട് പറയുന്നത്. ത്രൂ ദിസ് പോയം വി ഗെറ്റ് എ മെസ്സേജ് ദറ്റ് വി ഷുഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഈവൻ ഇൻ ദ വേസ്റ്റ് ഓഫ് സിറ്റുവേഷൻ. ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ ഒരു ചെറിയ മെസ്സേജ് കൊണ്ട്, ഒരു മൂമെൻ്റ് കൊണ്ട് നമ്മൾക്ക് ഹാപ്പിനെസ്സിലേക്ക് ചേഞ്ച് ആകാം നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ മൂഡ് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് നമ്മളോട് ഇവിടെ പറഞ്ഞു തരുന്നത്. വി മസ്റ്റ് ഓൾസോ റിമെമ്പർ ദാറ്റ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റ് ഹാവ് ദ എബിലിറ്റി ടു മേക്ക് വൺ ഹാപ്പി ആൻഡ് കം ഔട്ട് ഓഫ് ഹോപ്പ്ലെസ്നെസ്. അപ്പം ഹോപ്പില്ലായ്മയിൽ നിന്ന് ചെറിയ ഒരു കാര്യം കൊണ്ട് ഹാപ്പിയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യരെക്കാളും കൂടുതൽ നേച്ചറിന് കഴിയും എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു സെൻട്രൽ ഐഡിയയാണ് ഞാൻ പറഞ്ഞു തന്നെ. ഒരു ഇൻട്രൊഡക്ഷനൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് റൈറ്റിങ്ങിലൊക്കെ ഈ ഇൻട്രൊഡക്ഷൻ ഉപകാരപ്പെടും. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഡസ്റ്റ് ഓഫ് സ്നോ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് എ ബ്രീഫ് പോയം ബട്ട് ഇറ്റ് കൺവേസ് ദ പോയറ്റ് മെസ്സേജ് കൊഹിറൻ്റ്ലി. എന്ന് വെച്ചാൽ ഞാൻ ഒരു പോയറ്റിക് ലാംഗ്വേജിലാണ് പറഞ്ഞത്. ഡസ്റ്റ് ഓഫ് സ്നോ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് പറയുന്നത് ഒരു ബ്രീഫ് പോയമാണ്, ഒരു സിമ്പിൾ സ്മോൾ പോയമാണ്. ബട്ട് ഇറ്റ് കൺവേ ദ പോയറ്റ് മെസ്സേജ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? പോയറ്റിൻ്റെ മെസ്സേജിനെ കൺവേ ചെയ്ത് ഒരു ആശയത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. കൊഹിറൻ്റ്ലി എന്ന് വെച്ചാൽ കറക്റ്റായിട്ട്, പെർഫെക്റ്റായിട്ട് നമ്മളിലേക്ക് ആ മെസ്സേജിനെ കൺവേ ചെയ്യാൻ റോബർട്ട് ഫ്രോസ്റ്റിന് കഴിയുന്നു എന്നാണ് ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനിലൂടെ നമ്മൾ പറയുന്നത്. ദ പോയം ഷോസ് ഹൗ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റ്. എന്താണ് ഈ പോയത്തിൽ പറയുന്നത്? ഹ്യൂമൻ്റെ ജഡ്ജ്മെൻറ്റ് ഓൺ സർട്ടൺ ഇഷ്യൂ ക്യാൻ ബി മിസ്ലീഡിങ്. സംടൈംസ് നമ്മുടെ ജഡ്ജ്മെൻറ്റ് നമ്മളെ മിസ്ലീഡ് ചെയ്യും.
എന്ന് വെച്ചാൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സംടൈംസ് നമ്മളെ ആ പ്രശ്നം മിസ്ലീഡ് ചെയ്ത് സാഡ്നെസ്സിലേക്ക് കൊണ്ടുപോകും. ദ പോയറ്റ് ഡെപ്പിക്ട് ദ crow and the hemlock tree as reason for his changed mood and increased optimism. ഇതിനകത്ത് പറയുന്നത് ഒരു ക്രോയും ഹാംലോക്ക് ട്രീയും അദ്ദേഹത്തിൻ്റെ ഓപ്റ്റിമിസം എന്ന് വെച്ചാൽ പോസിറ്റീവ് തിങ്കിങ്ങിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ സഹായിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഓൺലി ഫണ്ണി തിങ് എന്ന് പറഞ്ഞാൽ ഹാംലോക്ക് ട്രീ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോസിറ്റീവ് തിങ്കിങ്ങോ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമോ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒന്നല്ല. ഒരു ഹാംലോക്ക് ട്രീ ഒരു പോയിസണസ് പ്ലാന്റ് ആണ്. സ്മോൾ വൈറ്റ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിസണസ് പ്ലാന്റ് അല്ലെങ്കിൽ ട്രീ ആണ് ഹാംലോക്ക്. പിന്നെന്താണ്, ഒരു ക്രോയെ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ഒരു സിമ്പലൈസ് ചെയ്യാറില്ല. ക്രോയും സാഡിൻ്റെയോ അഗ്ലിയുടെയോ ഒക്കെ സിമ്പലാണ് ക്രോ എന്ന് പറയുന്നത്. ഹെംലോക്ക് ട്രീ സാഡ്നെസ്സിൻ്റെ. അപ്പം പോയിസൺ എപ്പോഴും ഒരു സാഡ്നെസ്സാണ്. അപ്പം സാഡ്നെസ്സുള്ള സാഡ് തിങ്ങിൽ നിന്ന് പുതിയൊരു പോസിറ്റീവ് എനർജി എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് വിശകലനം ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഫസ്റ്റ് 4 ലൈൻ ഞാൻ വായിച്ചു, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരാം. ദ പോയറ്റ് ഈസ് അപ്സെറ്റ് ആൻഡ് സിറ്റിംഗ് അണ്ടർ ദ ഹെംലോക്ക് ട്രീ. പോയറ്റായ ഫ്രോസ്റ്റ് എവിടെ ഇരിക്കുകയാണ്? ഹാംലോക്ക് ട്രീയുടെ അണ്ടറിൽ ഇരിക്കുകയാണ്, താഴെ ഇരിക്കുകയാണ്. സഡൻലി എ ക്രോ സിറ്റിംഗ് ഓൺ ദ ട്രീ. ഒരു കാക്ക അതിൻ്റെ ബ്രാഞ്ചസിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഷേക്ക് ദ പാർട്ടിക്കിൾ ഓഫ് എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ചിറകുകൾ അവിടെ വന്നിരുന്ന് ചിലപ്പോൾ ചിറകുകൾ കുടഞ്ഞിട്ടുണ്ടാകാം, അനങ്ങിയിട്ടുണ്ടാകാം. ആ വന്നിരിക്കുന്ന ആ മൂമെൻറ്റിലുള്ള ഹെംലോക്ക് ട്രീയുടെ അനക്കം അല്ലെങ്കിൽ ബേർഡിൻ്റെ അനക്കം കൊണ്ട് ഷേക്ക് ദ പാർട്ടിക്കിൾ ഓഫ് സ്നോ ഫ്രം ദ ട്രീ വിച്ച് ഫാൾ ഓൺ ദ പോയറ്റ്. അപ്പോൾ പോയിസണായ ഹാംലോക്ക് ട്രീയുടെ മണ്ടയിലേക്ക് അഗ്ലിയുടെയും സാഡിനെസ്സിൻ്റെയും പ്രതീകമായ കാക്ക വന്നിരുന്നപ്പോൾ എവിടേക്ക് വന്നിരുന്നപ്പോൾ എന്തിൻ്റെ മണ്ടയിലേക്കാണ് വന്നിരുന്നത്? സ്നോയുടെ മണ്ടയിലേക്കാണ് വന്നിരുന്നത്. അപ്പോൾ സ്നോ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് കാംനെസ്സിനെ, പീസ്ഫുൾനെസ്സിനെ, ബ്യൂട്ടിയെ ഒക്കെയാണ്. സ്നോയ്ക്ക് ഒരുപാട് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സ്നോ എപ്പോഴും നല്ലതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് വൈറ്റ് എന്ന് വെച്ചാൽ പ്യൂരിറ്റിയെ, പരിശുദ്ധിയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയിലേക്ക് വന്നിരുന്നപ്പോൾ അതിൽ നിന്ന് ഉതിർന്ന് വീണ അല്ലെങ്കിൽ അടർന്ന് വീണ സ്നോയിൻ്റെ പാർട്ടിക്കിൾസ് എവിടേക്ക് വീണു? പോയറ്റിൻ്റെ, നമ്മുടെ എഴുത്തുകാരനായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഷോൾഡറിലേക്കോ ഫേസിലേക്കോ കൈകളിലേക്കോ വീണിട്ടുണ്ടാകാം. വീണപ്പോൾ ഉണ്ടായ ആ തണുപ്പ്, ആ ക്യൂട്ട്നെസ്, ആ സന്തോഷം ആണ് ദ സോഫ്റ്റ് ആൻഡ് കോൾഡ് ടച്ച് ഓഫ് സ്നോ ചേഞ്ചസ് ദ പോയറ്റ്സ് മൂഡ്. ആ സോഫ്റ്റ് കോൾഡ് ടച്ചസ് പോയറ്റിൻ്റെ മൂഡിനെ സാഡിൽ നിന്ന് ഹാപ്പിയിലേക്ക് മാറ്റി എന്നാണ് ആര് പറയുന്നത്? ഈ പോയറ്റ് ഈ 8 വരിയിലൂടെ, ഒരു ലൈൻസിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഹാസ് ഗിവൺ മൈ ഹാർട്ട് എ ചേഞ്ച് ഓഫ് മൂഡ് ആൻഡ് സേവ്ഡ് സം പാർട്ട് ഓഫ് എ ഡേ ഐ ഹാഡ് റൂയിഡ്. അപ്പോൾ ഹീ സ്റ്റാർട്ടഡ് ഫീലിംഗ് സൂത്ത്ഡ് ആൻഡ് റിഫ്രഷ്ഡ്. അപ്പോൾ എന്താ അദ്ദേഹത്തിന് പറ്റിയത്? അപ്പം പ്രകൃതിയിലെ നമ്മളിലെത്തുന്ന പല പന്നക്കാര്യങ്ങളിൽ നിന്നും, മോശമായ ഫീലിങ്സിൽ നിന്നും നമുക്ക് ഒരു ചെറിയ തണുപ്പിലൂടെ, ഒരു ചെറിയ മഞ്ഞ് കണത്തിലൂടെ നമുക്ക് ശാന്തത കിട്ടും, മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് റോബർട്ട് നമ്മളോട് പറയുന്നത്. ഇൻ ദീസ് വേ എ സിമ്പിൾ മൂവ്മെൻറ്റ് പ്രൂവ് ടു ബി എ വെരി സിഗ്നിഫിക്കൻറ്റ്. ഒരു ചെറിയ നിമിഷം നമ്മളിലെ വലിയൊരു സിഗ്നിഫിക്കൻസിന് കാരണമാകും. ആൻഡ് സേവ് ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഓഫ് പോയിറ്റ് ഫ്രം ബീയിങ് വേസ്റ്റഡ് ആൻഡ് ഹെൽഡ് ഇൻ ദ റിഗ്രറ്റ്. അപ്പം ആ അദ്ദേഹത്തിന് എങ്ങനെയാണ് മൂഡ് ഔട്ട് ഉണ്ടായതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ആ മൂഡ് ഔട്ടിൻ്റെ ഒരൊറ്റ പാർട്ട് മതിയായിരുന്നു റെസ്റ്റായിട്ട്. ബാക്കി അദ്ദേഹത്തിൻ്റെ ഡേയ്സുകളും എന്താവാൻ, മോശമായി മാറാൻ. പക്ഷേ അതിൻ്റെ
മൂട്ടിൽ വന്നിരുന്നപ്പോൾ, ആ ഹെംലോക്ക് ട്രീയുടെ മൂട്ടിൽ വന്നിരുന്നപ്പോൾ ആ കാക്ക വന്നിരുന്ന മൂലം അദ്ദേഹത്തേക്ക് വീണ ചെറിയ മഞ്ഞുകണങ്ങൾ കൊണ്ട് ഉണ്ടായ തണുപ്പ് അദ്ദേഹത്തിന് എന്തായി, ആ വന്ന എല്ലാ വിഷമങ്ങളെയും മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ സമ്മറി മുഴുവനായിട്ട് ഒന്നുകൂടെ ഇംഗ്ലീഷിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മലയാളത്തിൽ പറഞ്ഞത് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് സമ്മറി മൊത്തം ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. ഡസ്റ്റ് ഓഫ് സ്നോ ഈസ് എ ബ്യൂട്ടിഫുൾ ഷോർട്ട് പോയം റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ദിസ് പോയം ടെൽസ് ദാറ്റ് ഈവൻ എ സിമ്പിൾ മൂവ്മെൻറ്റ് ഹാസ് എ ലാർജ് ഇമ്പാക്റ്റ് ആൻഡ് significance. The poet has mentioned crow and hemlock tree in this poem. Crow's significance is depressive and sorrowful mood, and hemlock tree is a poisonous tree. Both of these signify that a poet was not in a good mood, and so he described the dark, depressive and bitter side of nature to present in his സിമിലർ മൂഡ്. അപ്പം ഇത്രയും മനസ്സിലായോ? സിമ്പിൾ ഇംഗ്ലീഷിലല്ലേ ഞാൻ പറഞ്ഞു തന്നെ. ഈ പ്രകൃതിയിലുള്ള പോയിസണസിൽ നിന്നും അപ്പം പ്രകൃതി തന്നെ അതിൽ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ മഞ്ഞുകണം, അത് മതി അതിനെ എന്താക്കാൻ, ഒരു പെർഫെക്റ്റ് മൂഡിലേക്ക് മാറ്റാൻ. ഇപ്പോൾ രണ്ടാമത്തത് പറഞ്ഞു ഇൻ മച്ച് എ സാഡ്, കൂടുതൽ സാഡേ ഡിപ്രസീവ് മൂഡ്. ദ പോയിറ്റ് വാസ് സിറ്റിംഗ് അണ്ടർ എ ഹെംലോക്ക് ട്രീ. അപ്പം ഡിപ്രസീവ് മൂഡായിട്ടിരിക്കുമ്പം തന്നെ പോയിസണസ് ട്രീയുടെ അണ്ടറിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എ ക്രോ സിറ്റിംഗ് ഓൺ ദ സെയിം ട്രീ. അപ്പം ഒരു അഗ്ലിയായ, ഒരു സാഡ് ഫീലിംഗ് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉള്ള ഒരു ക്രോ അപ്പോൾ ആ ട്രീയുടെ മണ്ടേ വന്നിരിക്കുമ്പം ഷൂക്ക് ഓഫ് ദ ഡസ്റ്റ് ഓഫ് സ്നോ, അപ്പോൾ എന്ത് ചെയ്ത് കുലുക്കി സ്നോയെ താഴെ ഇട്ടു. അപ്പോൾ സ്മോൾ പാർട്ടിക്കിൾ ഓഫ് സ്നോ ദാറ്റ് റിമൈൻ ഓൺ ദ സർഫസ് ആഫ്റ്റർ ദ സ്നോഫാൾ. അപ്പോൾ ഓൺ ദ പോയിട്ട് അപ്പോൾ പറയുന്ന, അപ്പോൾ സ്നോ അവിടെ ഉണ്ടായിരിക്കണമെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു രാജ്യത്തായിരിക്കണം ജീവിക്കുന്നത്. അപ്പോൾ സ്നോഫാളിന് ശേഷമുള്ള ചെറിയ സ്നോ ഒക്കെ ആ മരത്തിൽ വീണ് കിടപ്പുണ്ടായിരിക്കണം. ദിസ് സിമ്പിൾ ആക്ഷൻ ചേഞ്ച്ഡ് ദ പോയറ്റ് മൂഡ്. ഈ ചെറിയ ആക്ഷൻ, ആ കാഴ്ചയും ആ ഫീലിങ്ങും അദ്ദേഹത്തിൻ്റെ മൂഡ് മാറ്റി. ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡ് ജസ്റ്റ് വേസ്റ്റഡ് എ പാർട്ട് ഓഫ് ഹിസ് ഡേ റിപ്പൻറ്റിങ് ആൻഡ് ബീയിങ് ലോസ്റ്റ് ഇൻ സോറോ. അപ്പോൾ എന്ത് അദ്ദേഹം മനസ്സിലാക്കി, ഒരു ദിവസത്തിൻ്റെ പകുതി സമയവും അദ്ദേഹം സോറോയിൽ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന്. ബട്ട് ദ ചേഞ്ച് ഇൻ ദ മൂഡ് മെയ്ഡ് ഹിസ് റിയലൈസ് ദാറ്റ് ഷുഡ് യൂട്ടിലൈസ് ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഇൻ ദ സം യൂസ്ഫുൾ ആക്ടിവിറ്റി. അപ്പം ബാക്കിയുള്ള സമയമെങ്കിലും എനിക്ക് നല്ലൊരു ആക്ടിവിറ്റി ചെയ്യാം എന്ന് പ്രകൃതിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു മൂഡ് ഓഫ് ചേഞ്ചിന് വേണ്ടിയുള്ള പാർട്ടിക്കിൾസ് അദ്ദേഹത്തിന് കിട്ടി എന്നാണ് പറയുന്നത്. ഹിസ് സോറോ വാസ് വാഷ്ഡ് എവേ ബൈ ലൈറ്റ് ഷോവർ ഓഫ് സ്നോ ഡസ്റ്റ്. അപ്പം ഈ സോറോയെ ആരാണ് വാഷ്ഡ് ഔട്ട് ചെയ്തത്? ഒരു ചെറിയ മഞ്ഞുകണമാണ്. ഹിസ് സ്പൈറ്റ് വാസ് റിസീവ്ഡ് ആൻഡ് ഹി ഗോട്ട് റെഡി ടു യൂട്ടിലൈസ് ദ റെസ്റ്റ് ഓഫ് ദ ഡേ യൂസ്ഫുള്ളി അല്ലെങ്കിൽ കോൺസ്ട്രക്റ്റീവ്ലി. അപ്പം ബാക്കിയുള്ള സമയം നന്നായിട്ട് യൂസ് ചെയ്യാം എന്ന് അദ്ദേഹം തീരുമാനിച്ചത് ആ ചെറിയ ഒരു കാര്യത്തിലൂടെയാണ്. അപ്പോൾ നമുക്കിനി പോയറ്റിക് ഡിവൈസസ് ഇമ്പോർട്ടൻ്റ് ആണ്. പോയറ്റിക് ഡിവൈസസ്, പോയത്തിൽ യൂസ് ചെയ്തേക്കുന്ന പോയറ്റിക് ഡിവൈസസുകളെ പറയാം. പോയറ്റിക് ഡിവൈസസുകൾ 3 ഉണ്ട്. ഫസ്റ്റ് റൈം സ്കീംസ് ആണ്. അപ്പോൾ ഈ പോയത്തിൽ റൈം സ്കീമുകളുണ്ട്. എന്താണ് റൈം സ്കീം എന്ന്? അപ്പോൾ ഈ പോയറ്റിക് ഡിവൈസസിലെ പോയത്തിൻ്റെ റൈം സ്കീം എ ബി എന്നാണ്. എ ബി എന്ന് പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു തരാം. അതിൻ്റെ അലിട്രേഷനിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് സെയിം കണ്ടൻറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഷുഡ് ഇൻ ദ നിയർ ബൈ വേർഡ്. സെയിം കോൺസ്റ്റൻറ്റിനെ തന്നെ, കണ്ടൻറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റാൻറ്റ് സൗണ്ട്സിനെ തന്നെ തൊട്ടടുത്ത വേർഡിലേക്ക് റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റെപ്പറ്റീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അലിട്രേഷൻ ഇവിടെ തന്നെ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഹാസ് ഗിവൺ ബൈ ഹാർട്ട്. അപ്പം ഹാസിൻ്റെ എച്ചും ഗിവൺ ബൈ ഹാർട്ടിൻ്റെ എച്ചും അവിടെ റെപ്പറ്റീഷനാണ്. അപ്പോൾ അവിടെ എ ബി. തൊട്ടടുത്ത വരിയിലേക്ക് പോകുമ്പോൾ ആൻഡ് സേവ്ഡ് സം പാർട്ട്, ആൻഡ് സേവ്ഡിൻ്റെ സായും സമ്മിൻ്റെ സായും എസും റെപ്പറ്റീഷനാണ്. അതുകൊണ്ടാണ് എ ബി എന്ന റൈമിംഗ് സ്കീമിൻ്റെ അലിട്രേഷൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പം
ഈ കവിതയിലെ ഒരു സിംബോളിസം ഉണ്ട്. ഹാംലോക്ക് ട്രീ ആൻഡ് ക്രോ ആർ ദ സിംബിൾസ് ദാറ്റ് ആർ ജനറലി അസോസിയേറ്റഡ് വിത്ത് നെഗറ്റീവ് ഇമോഷൻ. ഹാംലോക്ക് ട്രീയും ക്രോയും നെഗറ്റീവ് ഇമോഷനെ സിംബലൈസ് ചെയ്യുന്നതാണ്, ആസ്പെക്ട്സും അതാണ്. ബട്ട് ദ പോയറ്റ് യൂസസ് ദീസ് സിംബൽസ്, ഈ സിംബൽസിനെ ടു ബ്രിങ് എബൌട്ട് എ പോസിറ്റീവ് ചേഞ്ച്. ആ ചെറിയൊരു, അപ്പോൾ ഇതിനകത്തെ പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത് ഡസ്റ്റ് ഓഫ് സ്നോയാണ്. ആ ചെറിയൊരു അതിൽ നിന്ന് കിട്ടിയ ചെറിയൊരു പ്രകാശം കൊണ്ട്, സ്നോ കൊണ്ട് അദ്ദേഹം ആ മൂഡിനെ ചേഞ്ച് ആക്കി എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കേൾക്കുവാണെങ്കിൽ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും വേണമെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്തു തരുന്നതായിരിക്കും. റിക്വസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യില്ല. ഈ ചാപ്റ്റർ പോയട്രി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ, എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. ഒന്നുകൂടെ വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസയുടെ പറയാം. ഇൻ ദ പോയറ്റ് റിമെമ്പേഴ്സ് എ സ്മോൾ ഇൻസിഡൻറ്റ് ദാറ്റ് ചേഞ്ച്ഡ് ദിസ് മൂഡ്. വൺസ് ദ പോയറ്റ് വാസ് ഇൻ ഡിപ്രസ്ഡ് മൂഡ് ആൻഡ് വാസ് ഹോപ്പ്ലെസ്. ഹി വാസ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ സിറ്റിംഗ് under a hemlock tree. Suddenly a crow sitting on the tree shook it and some powdery snow from the tree fall on the poet. അപ്പം ഇത്രയും മനസ്സിലായല്ലോ. അതാണ് ഫസ്റ്റ് 4 ലൈനിൻ്റെ എക്സ്പ്ലനേഷൻ. സെക്കൻഡിൻ്റെ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു തരാം. ദ പൗഡറി സ്നോ വിച്ച് ഫോൾ ഓൺ ദ പോയിറ്റ് ചേഞ്ച് ഹിസ് മൂഡ് ടു ഹാപ്പിനെസ്. ഏർലിയർ ഹി വാസ് ഡിപ്രസ്ഡ് ആൻഡ് സാഡ്. Till now the poet had spent a part of this day in sadness, but now he started feeling refreshed. This incident saved some part of the poet's day which he would have spent a regret. അപ്പം ഈസി ആയിട്ട് ഞാൻ സൂപ്പറായിട്ട് പറഞ്ഞു തന്നു. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇത് നിങ്ങൾ 2-3 പ്രാവശ്യം കേട്ടാൽ തന്നെ ഈ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ പോയറ്റിക് ഡിവൈസും അലിട്രേഷനും സിംബോളിസവും റൈമിംഗ് സ്കീമും സെൻട്രൽ ഐഡിയയും പോയത്തിൻ്റെ എക്സ്പ്ലനേഷനും ടോട്ടൽ എക്സ്പ്ലനേഷനും സമ്മറിയും ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. മാമിൻ്റെ ഈ സമയം ചിലവഴിച്ചത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അടുത്ത ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു മക്കളെ.